Hello, good afternoon. Welcome to Learnino. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള MCQs ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. First one, a quartz crystal transducer is a type of. ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എ കെമിക്കൽ ട്രാൻസ്ഡ്യൂസർ, എ ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, നോട്ട് എ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ, ആൻഡ് ഓപ്ഷൻ ഡി എ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ ഡി is the right answer. A quartz crystal transducer is a type of self generating transducer. എന്തുകൊണ്ടാണ് ക്വാർട്സ് ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് ഈ പറയുന്ന ക്വാർട്സ് ക്രിസ്റ്റൽസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതാണ്? പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പൊ ഇതിനെ നമുക്ക് പീസോ ഇലക്ട്രിക് സെൻസർ എന്നുള്ള ഒരു പേരിൽ പോലും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണ്? പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. നമ്മുടെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്ന ആക്സിലറേഷൻ, പ്രഷർ, സ്ട്രെയിൻ, ടെമ്പറേച്ചർ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ആ ചേഞ്ചസിനെ മെഷർ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പീസോ ഇലക്ട്രിക് എഫക്ട് പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിക്വയർമെന്റ്സിന് നമുക്ക് എക്സ്ട്രാ ഒരു പവർ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദർ ഇസ് നോ റിക്വയർമെന്റ് ആണ്, നമുക്ക് എക്സ്റ്റേണൽ പവറിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സെൽഫ് ജനറേറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസറിനെ, അതല്ലെങ്കിൽ ഒരു പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമ്മൾ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വളരെ ഹൈ സെൻസിറ്റിവിറ്റി ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്, അതുപോലെ തന്നെ പാരാമീറ്റർ ചേഞ്ച് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മെഷർ ചെയ്തിട്ട് നമുക്ക് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഇലക്ട്രിക്കൽ ചാർജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, സോ അപ്പോൾ ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ ആണ്. Second one, which of the following converts a physical parameter to an electrical signal? ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് താഴെ പറയുന്ന ഏത് ഡിവൈസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ക്രിസ്റ്റൽ, സ്പീക്കർ, transducer. Option D is the right answer. Transducer is a device used to convert a physical parameter to an electrical signal. Okay, അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ, ഏതൊരു ഫിസിക്കൽ പാരാമീറ്റർ ആണെങ്കിലും ആകാം, നമുക്ക് ആ ഒരു ഫിസിക്കൽ പാരാമീറ്ററിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് എക്സാമ്പിൾ എന്താ പറയുക? നമുക്ക് മൈക്രോഫോൺസ്, ലൗഡ് സ്പീക്കർ, തെർമോമീറ്റേഴ്സ്, പൊസിഷൻ ആൻഡ് പ്രഷർ സെൻസേഴ്സ്, ഇതൊക്കെ നമുക്കൊരു ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? പല രീതിയിലുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following pairs is an active transducer? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പെയർ ആണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോളാർ സെൽ LVDT, തെർമോകപ്പിൾ തെർമിസ്റ്റർ, തെർമിസ്റ്റർ സോളാർ സെൽ, thermocouple solar cell. Option D right answer. Thermocouple and solar cell is the example or pairs of the active transducer. Option D ആണ് right answer. അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സും തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. ഒരു ടൈപ്പ് ഓഫ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ പവേഴ്സ് ഒന്നും ആവശ്യം വരുന്നില്ല. ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യം വരുന്നില്ലെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എന്ത് പറയാം? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയണം? ദാറ്റ് ഈസ് നോൺ ആസ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് ഡ്രോസ് എനർജി റിക്വയർഡ് ടു വർക്ക് ഡയറക്ട്ലി ഫ്രം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ പവേഴ്സ് അപ്പം നമുക്ക് ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡയറക്റ്റ് ആയിട്ട് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് നമുക്ക് എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുത്താൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ദെൻ ഡിസൈൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടു ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ പവർ സപ്ലൈ നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല, പാസീവില് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ നീഡ് ഓഫ് ഔട്ട്പുട്ട് ആംപ്ലിഫിക്കേഷൻ, ഔട്ട്പുട്ട് ആംപ്ലിഫിക്കേഷൻ നമുക്ക് ആവശ്യം വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലോ ആംപ്ലിറ്റ്യൂഡിലുള്ളതായിരിക്കും. സോ നമുക്ക് ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് ഫൈനൽ ആയിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈ ആംപ്ലിറ്റ്യൂഡ് സിഗ്നൽസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആംപ്ലിഫിക്കേഷൻ ഒന്നും ഇതിൽ തന്നെ ഈ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ ആവശ്യം വരുന്നില്ല. ദെൻ ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റിന്റെ ഫോമിലായിരിക്കും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് അതിന്റെ ചേഞ്ച് ഇൻ പാസീവ്, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് പാസീവ് സർക്യൂട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൽ യൂസ് ചെയ്തത്, പാസീവ് കോമ്പണൻസ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ് ഇതൊക്കെ നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, ദാറ്റ് ഈസ് സെൽഫ് ജനറേറ്റിംഗ്. എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമില്ല. ഇവിടെ എങ്ങനെയായിരിക്കും എക്സ്റ്റേണലി നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് ഇത് എക്സ്റ്റേണലി പവർ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. എക്സാമ്പിളുകൾ നോക്കൂ, ഇതിൽ വരുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വരുന്നുണ്ട്, തെർമോ കപ്പിൾ വരുന്നുണ്ട്, ടാക്കോ ജനറേറ്റേഴ്സ് ആൻഡ് ഫോട്ടോ വോൾട്ടായിക് സെൽസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ദി ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, പൊട്ടൻഷ്യോമീറ്റർ, തെർമിസ്റ്റർ, ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്, photo multiplier tuber. These are the examples of the passive transducers. Okay, so these are the main difference between the active transducers and the passive transducers. അടുത്ത question, choose the incorrect statement with respect to the use of electrical transducers. Incorrect ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? The output can be indicated and recorded remotely at a distance from the sensing medium. ഒരു സെൻസിംഗ് മീഡിയത്തിൽ നിന്നും ഒരു അറ്റ് എ ഡിസ്റ്റൻസിൽ നമുക്ക് റിമോട്ട്ലി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിക്കേറ്റ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ആയിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. Electrical amplification and attenuation can be easily done. ഒരു ഇലക്ട്രിക്കൽ ആംപ്ലിഫിക്കേഷനും അറ്റന്യൂവേഷനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഏതില്? ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Effect of frictions are minimized. നമുക്ക് ഫ്രിക്ഷന്റെ എഫക്ട്സ് നമുക്ക് ഇതിൽ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. Mass inertia effects are maximized. That is a wrong statement. ഇവിടെ എന്താ നമുക്ക് നടക്കുന്നത്? Mass inertia effects എന്ന് പറയുന്നത് മിനിമൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിൽ മാസ് ഇനേർഷ്യ എഫക്ട്സ് എന്ന് പറയുന്നത് they are getting minimized ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, which of the following can act as inverse transducer? Inverse transducers ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻസ് LVDT, strain gauge, piezo electric crystal, bimetal strip. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് എന്താണോ അതിന് നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം എന്താണ്? നമ്മൾ അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറ്റും, അതിന്റെ ഡയമെൻഷൻസും എല്ലാം നോക്കിയിട്ട് നമുക്ക് അതിനൊരു വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അക്രോസ് ദ സർഫേസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയമെൻഷൻസ് കോസിംഗ് എ മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഒരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. സോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, under which condition transducers must be operate? ഒരു ട്രാൻസ്ഡ്യൂസർ ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്താണ്? ഇൻഫൈനൈറ്റ് ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ്, കോൺസ്റ്റന്റ് ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ്, സീറോ ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് ആൻഡ് വേരിയിങ് ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ്. ഒരു ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഒരു വേരിയിങ് ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡിലായിരിക്കും ഒരു ട്രാൻസ്ഡ്യൂസർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വേണം. വേരിയിങ് ഇലക്ട്രോമാഗ്നെറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിലാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Transducers must have a dash input versus output characteristics response. ഏത് ടൈപ്പ് ആയിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് റെസ്പോൺസ് ട്രാൻസ്ഡ്യൂസേഴ്സിന് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ ലീനിയർ, യൂണിറ്റ് സ്റ്റെപ്പ്, ലീനിയർ, എക്സ്പോണൻഷ്യൽ. ഓപ്ഷൻ സി is the right answer. The transducers must have a linear relationship ആണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്കുകൾ തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആണ് നമുക്കൊരു ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Seismic transducers may be used in the dash mode. Seismic transducers നമ്മൾ ഏത് മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് മോഡിലാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Seismic transducers used for measuring the vibration of ground. ഗ്രൗണ്ടിന്റെ വൈബ്രേഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് seismic transducers എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ആക്സിലറോമീറ്റർ എന്നുള്ളൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് മോഡിലാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെഫിനേഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. ഒരു ട്രാൻസ്ഡ്യൂസറിന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കൂ. A transducer is a device that converts energy from one form to another. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എനർജി കൺവേർഷൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസർ. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. Transducer is a device which converts mechanical energy into electrical energy. Mechanical energy മാത്രമല്ല കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് അത് പറയാൻ പറ്റില്ല. അതേപോലെ അടുത്തത് എന്താണ്? It is converts electrical energy to mechanical. അതും പറയാൻ പറ്റില്ല. ലാസ്റ്റ് വൺ എന്താണ്? കെമിക്കൽ ക്വാണ്ടിറ്റി ഇൻടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതും പറയാൻ പറ്റില്ല. സോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോം ഓഫ് എനർജിയെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Dash is a self-generating type transducer that can produce an electrical voltage or current output without utilizing any external power source. External power source ഒന്നും തന്നെ ഇല്ലാതെ നമുക്കൊരു ഇലക്ട്രിക്കൽ വോൾട്ടേജോ അല്ലെങ്കിൽ കറന്റിന്റെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നും, പക്ഷേ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ലേ നമുക്ക് സെൽഫ് ജനറേറ്റിംഗ് ടൈപ്പ്. അവിടെ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറന്റിന്റെ ഫോമിലായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ പവർ സോഴ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഐഡന്റിഫൈ ദ പെയർ ഓഫ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ പെയർ എന്താണ് ഇതിൽ വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി LVDT സ്ട്രെയിൻ ഗേജ്. LVDT എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആൻഡ് സ്ട്രെയിൻ ഗേജ് ഇസ് ദ എക്സാമ്പിൾ ഫോർ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതായത് എക്സ്റ്റേണൽ എനർജി നമുക്ക് അത് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമാണ്. ഓപ്ഷൻ സി ആണ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ പെയർ ആയിട്ട് തന്നിരിക്കുന്നത്. ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ. ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സിന് എന്താ വേണ്ടത്? ഇറ്റ് കൺവേർട്സ് എനി ക്വാണ്ടിറ്റി ബി മെഷർഡ് ഇൻടു യൂസബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒരു യൂസബിൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മെഷർ ചെയ്യുന്ന ഏതൊരു ക്വാണ്ടിറ്റിനെയും കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. When the input signal is directly sensed by the transducer and the physical phenomenon is converted into electrical form, directly such transducers are called. ഒരു ഇൻപുട്ട് സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഡ്യൂസർ സെൻസ് ചെയ്യുകയും ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫസ്റ്റ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നു. അപ്പോൾ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആണ് ആ ഒരു എന്തെങ്കിലും ഒരു ഇൻപുട്ട് സിഗ്നലിനെ ഡയറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്തിട്ട് അതിനെ അതിന്റെ ഫിസിക്കൽ ഫിനോമിനനെ യൂസ് ചെയ്ത് ഇലക്ട്രിക്കൽ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ ആ ഇനിഷ്യലി നമുക്കുള്ള ട്രാൻസ്ഡ്യൂസറിനെ എന്ത് പറയാം? ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. In case of pressure measurement, Bourdon tube is a primary sensor which converts pressure first into displacement, and then the displacement is converted into an output voltage by an LVDT. In this case, LVDT is a. അപ്പോൾ പ്രഷർ മെഷർമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബോർഡൻ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോർഡൻ ട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷറിൽ ആ ഒരു സിഗ്നലിനെ മെഷർ ചെയ്യുകയും അതിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡൻ ട്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആണ്. ഓക്കെ. അതിനുശേഷം ഈ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്നത് എന്താണ്? LVDT യൂസ് ചെയ്തിട്ടാണ്. സോ LVDT-നെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓക്കെ. ഈ ഒരു കേസിൽ LVDT എന്ന് പറയുന്നത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറും ബോർഡൻ ട്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രൈമറി ട്രാൻസ്ഡ്യൂസറും ആണ്. ഓക്കെ. സോ ഓപ്ഷൻ ബി LVDT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആണ്. In photoemissive transducer, the anode and cathode are coated with a material. Anode-ഉം cathode-ഉം കോട്ട് ചെയ്തിരിക്കുന്നത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്? ഒരു ഫോട്ടോ എമിസീവ് ട്രാൻസ്ഡ്യൂസറിൽ ഓപ്ഷൻ എ സീസിയം ആന്റിമണി എന്നുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ആനോഡും കാഥോഡും കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഒരു ഫോട്ടോ എമിസീവ് ട്രാൻസ്ഡ്യൂസറിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. The various photoelectric transducers that convert light energy into electrical energy are of dash types. For various photoelectric transducers എത്ര ടൈപ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. There are 3 types. Option C. There are 3 types: photoemissive transducers, photovoltaic transducers and photoconductive transducers. There are 3 types of photoelectric transducers. Option C ആണ് right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The transducer that converts the input signal into output signal, which is a discrete function of time,
discrete function of time. Okay, അതായത് ഒരു ഇൻപുട്ട് സിഗ്നലിനെ ഔട്ട്പുട്ട് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ടൈമിന്റെ ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലെ. ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ്, നമുക്ക് ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The photovoltaic cell is an active transducer. Photoconductive cell is an active transducer. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഫോട്ടോവോൾട്ടൈക് സെൽ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, അതായത് ഓൺലി ദ സ്റ്റേറ്റ്മെന്റ് 1 ഫോട്ടോവോൾട്ടൈക് സെല്ല് മാത്രമാണ് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ്. ഫോട്ടോ കണ്ടക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ല. സോ ഓക്കെ, ഓപ്ഷൻ എ ആണ് right answer. That is, the statement A is correct. Continuous diode electron multiplier transducer is a trumpet shaped device made with which of the following? Continuous diode electron multiplier transducer എന്ന് പറയുന്നത് ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്ത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗ്ലാസ് ഡോപ്ഡ് വിത്ത് ലെഡ്. ഗ്ലാസ് ഡോപ്ഡ് വിത്ത് ലെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ഡൈനോഡ് ഇലക്ട്രോൺ മൾട്ടിപ്ലൈ ട്രാൻസ്ഡ്യൂസർ നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Pirani gauge is an example of which type of transducers? ട്രാൻസ്ഡ്യൂസേഴ്സിന് കുറെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതിൽ പല പേരുകളിലുണ്ട്, കുറെ പേരുകളിലുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഈ പിരാണി ഗേജ് എന്ന് പറയുന്നത്. ഈ പിരാണി ഗേജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്രഷർ, ടെമ്പറേച്ചർ, ലൈറ്റ്, മെക്കാനിക്കൽ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആണ് ഈ പിരാനി ഗേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ തെർമൽ കണ്ടക്ടിവിറ്റി. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പിരാനി ഗേജ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ പിരാനി ഗേജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. A transducer that converts measurement into the form of pulse. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഫോം പൾസ് ആണെങ്കിൽ that type of transducers is known as pulse transducers. ഓക്കെ, നമുക്ക് മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെ പൾസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ that type of transducers are known as pulse transducers. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, which of the following is a digital transducer? താഴെ തന്നിരിക്കുന്നതിൽ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? സ്ട്രെയിൻ ഗേജ്, എൻകോഡർ, തെർമിസ്റ്റർ, LVDT. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എൻകോഡർ ആണ് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്? ജനറേറ്റ് പൾസസ് അല്ലെ, നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻപുട്ട് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൾസസ് ആയിട്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയാം. അതിനെ നമുക്ക് അഗൈൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻക്രിമെന്റൽ എൻകോഡറും അബ്സല്യൂട്ട് ടൈപ്പ് ഒപ്റ്റിക്കൽ എൻകോഡറും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ എൻകോഡർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. റെസൊല്യൂഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഡിപെൻഡ്സ് ഓൺ. ഒരു ട്രാൻസ്ഡ്യൂസറിന്റെ റെസൊല്യൂഷൻ എന്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ്? മെറ്റീരിയൽ ഓഫ് വയർ, ലെങ്ത് ഓഫ് വയർ, ഡയമീറ്റർ ഓഫ് വയർ ആൻഡ് എക്സൈറ്റേഷൻ ഓഫ് വോൾട്ടേജ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് വയർ. റെസൊല്യൂഷൻ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഡയമീറ്റർ ഓഫ് വയറിനെയാണ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. LVDT is a dash transducer. LVDT എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ആൻ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. Capacitive transducers are normally used for. Capacitive transducers നമ്മൾ മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? It is used for the dynamic measurements. Dynamic measurementsന് വേണ്ടിയിട്ടാണ് capacitive transducers യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റാറ്റിക് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റീസ് which are slowly varying with the time. അല്ലേ, ടൈമിനനുസരിച്ച് സ്ലോ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി കോൺസ്റ്റന്റ് ആയിട്ട് വേരി ചെയ്യുന്നുവെങ്കിൽ നമുക്കതിനെ സ്റ്റാറ്റിക് മെഷർമെന്റ് എന്ന് പറയാം. എന്നാൽ ഡൈനാമിക് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ചേഞ്ചിങ് റാപ്പിഡ്ലി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് പെട്ടെന്ന് വേരി ആകുന്നുവെങ്കിൽ നമുക്ക് അതിനെ ഡൈനാമിക് മെഷർമെന്റ് എന്ന് പറയാം. അപ്പൊ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ ഡൈനാമിക് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ലൈക്ക് ഡിസ്പ്ലേസ്മെന്റ്, പ്രഷർ, തന്നെ അതേപോലെയുള്ള വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.